അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളിൽ നിന്നും പോയ ഒരു പിക്നിക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പേ പോയതാണ് കേട്ടോ. ഫെബ്രുവരി 3-നാണ് നമ്മൾ ഈ ഒരു പിക്നിക്ക് പോയിരിക്കുന്നത്. എനിക്ക് വീഡിയോ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മളിന്ന് പോകുന്നത് കുറ്റ്യാടിയിലാണ്. കുറ്റ്യാടിയിലെ ഇപ്പം എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്കൂളുകളിൽ നിന്നും, അതായത് ഫാമിലീസും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റ്യാടിയിലെ ആക്റ്റീവ് പ്ലാനറ്റ് എന്ന വലിയൊരു പാർക്കിലേക്കാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പാർക്കാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഇതിപ്പോൾ തുടങ്ങിയിട്ടൊരു 5-8 മാസം ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്തായാലും നിങ്ങൾ വരണം. വരാത്തവരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നിരിക്കണം. കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ വന്നിട്ട് കുട്ടികളെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അത്യാവശ്യമാണ് കേട്ടോ. കാരണം അത്രയും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും അതുപോലെ തന്നെ കളിക്കാനുള്ള കുറേ റൈഡ്സും മറ്റും ഈ ഒരു പാർക്കിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കണ്ടുവെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർക്കിൻ്റെ എൻട്രൻസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻട്രൻസിനെ വളരെ മനോഹരമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ഭാഗവും കളർഫുള്ളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, കുട്ടികളെ ആകർഷിക്കുന്ന വിധത്തിൽ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെയുള്ള ഓരോ സെറ്റിങ്സും എന്താ പറയുക, വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അത്രയും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നമ്മളിതാ അതിനെ എൻട്രൻസിലേക്ക് എന്താ പറയുക, എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ പല ഏരിയകളുണ്ട് കേട്ടോ. ഇത് കളിക്കാനുള്ള ഏരിയകൾ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ നേരെ പാർക്കിംഗ് ഏരിയയിലേക്കല്ല പോകുന്നത്. ഇവർ ആദ്യം കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ഹാളുണ്ട്, അതായത് ഒരു ചെറിയൊരു ഓഡിറ്റോറിയം പോലുള്ളൊരു ഹാളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ സ്കൂൾ കുട്ടികൾക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹാളാണ്. അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ ഒരു നട്ടുച്ച വെയിലത്ത് കുട്ടികൾക്ക് വെയിലിൽ നിന്നും രക്ഷ നേടാനും അതുപോലെ തന്നെ കുട്ടികൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ് പോലെയൊക്കെ ആയിട്ട് ഇവർ ഇവിടെ ആദ്യം തന്നെ കുറച്ച് മ്യൂസിക്കും ഡാൻസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 ഗേൾസ് ഉണ്ടായിരുന്നു. അവർ ഇവർക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ ഫസ്റ്റിനെ ഇവരെ എൻജോയ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ എത്തിയ ഉടനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബോറടിക്കില്ല. മാത്രമല്ല ഈ സമയത്ത് നല്ല വെയിലായിരിക്കും. നമ്മളിപ്പം തലശ്ശേരിയിൽ നിന്ന് വിട്ടത് 9 o'clock-നാണ്. അപ്പോൾ ഇവിടെ എത്തിയത് കുറ്റ്യാടിയിലേക്ക് ഒരു 11 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പാർക്കിൽ പോയി കളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇവിടെ വെയിലൊക്കെ ഒന്ന് താഴ്ന്നത് വരെ ഇവിടെ ഇവരെ എൻജോയ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പാർക്കിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്ക് ഈ ഒരു സമയത്ത് ഇവിടെ വരാൻ പറ്റുള്ളൂ. വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 3 o'clock-ന് ശേഷം ഈവനിങ് അങ്ങനെ വരുന്നതായിരിക്കും ബെറ്റർ. കാരണം അപ്പോഴത്തേക്ക് വെയിലൊക്കെ നല്ല തണലൊക്കെ ഉണ്ടാവും. പിന്നെ രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സ്കൂളിൽ നിന്ന് ഇപ്പം നമുക്ക് എന്താ പറയുക, എന്തായാലും ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ടൈം ലിമിറ്റേഷൻ. നമ്മൾ 6 മണിക്ക് മുമ്പേ നമ്മൾ ഇവിടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലൈറ്റും കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഫാമിലിയുടെ കൂടെ ഒരു പ്രാവശ്യം കൂടി ഞാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ട് ഇതിൽ എല്ലാ ഇതും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. കാരണം വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞാൻ വീഡിയോയിൽ പകർത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കുട്ടികൾ എൻജോയ് ചെയ്യാണ്. ഈ കുട്ടികളുടെ കൂടെ ഞാനീ പറഞ്ഞ 2 ഗേൾസ് ഉണ്ടായിരുന്നു ഇവിടെ, 2 പെൺകുട്ടികൾ. അവർ മലപ്പുറത്തുകാരാണ് കേട്ടോ, ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇവരുടെ കൂടെ തന്നെ ചുവടുകൾ വെച്ചിട്ട് ഡാൻസ് ചെയ്യാനാണ് പറഞ്ഞത് കുട്ടികളോട്. അപ്പോൾ കുട്ടികൾ അതേപോലെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ.
അങ്ങനെ കുട്ടികൾ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ കൊടുക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മാജിക് ഷോ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതായിരിക്കാം ഇവരുടെ ലക്ഷ്യം. അതായത് കുട്ടികൾ ഇവിടെ വന്നാൽ അവർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ആക്ടിവിറ്റീസ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചെറിയൊരു മാജിക് ഷോയും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് തന്നെ അത് എൻജോയ് ചെയ്തു. മാജിക് ഷോ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ മജീഷ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാജിക് ഷോ നമുക്കും കൂടി ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഇത് മാജിക് ഷോ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള കുട്ടികളെ തന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാജിക്കിൽ കാണിച്ച ആ ഒരു ബോട്ടിൽ വന്ന പൊരി എല്ലാവർക്കും കൊടുക്കുകയാണ്, ഓഡിയൻസിന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും അത് ഷെയർ ചെയ്ത് കഴിക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെ ഒരു മാജിക്കാണ്. അപ്പോൾ കുട്ടികൾ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇദ്ദേഹം കുറച്ച് മിഠായിയാണ് വരുത്തിച്ചത്. അത് കുട്ടികൾക്ക് തന്നെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വീഡിയോ ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറേയൊക്കെ ഫാസ്റ്റ് മോഡിൽ ഇട്ടിട്ട് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്കും ബോറടിക്കും. പിന്നെ ഞാനിതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് മാത്രം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ടീച്ചേഴ്സിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുട്ടികളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മാജിക്ക് കാണിച്ചത്. നല്ലൊരു എന്താ പറയുക വൈബ് തന്നെയായിരുന്നു കേട്ടോ. അദ്ദേഹം കുട്ടികളെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു മാജിക് ഷോ കാണിച്ചു കൊടുത്തത്. അതുപോലെ ഇതിൽ മാജിക് എങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മാജിക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് അതിൻ്റെ എന്താ പറയുക ലാസ്റ്റ് അത് എൻഡിങ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ടീച്ചേഴ്സിനും ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതാ മാജിക് ഷോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാജിക് ഷോൻ്റെ ഫുൾ വീഡിയോ ഞാനിങ്ങനെ അറിയാണ്ട് കണ്ടു നിന്നപ്പോൾ എടുത്തു പോയതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ മിസ്സാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. വീഡിയോ ലെങ്തി ആയിപ്പോയെങ്കിൽ ക്ഷമിക്കണം, സോറി കേട്ടോ. അപ്പോൾ ഇതാ മാജിക് ഷോ കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടെ കണ്ടു നോക്കാം. മാജിക് ഷോയും കഴിഞ്ഞിട്ട് കുട്ടികൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ലഞ്ച് ഇവിടെ ബിരിയാണിയാണ്. അപ്പോൾ കുട്ടികൾക്കൊരു പാക്കേജാണ് കേട്ടോ ഇത്. പിന്നെ അപ്പോൾ ഇതിൽ തന്നെ ഫുഡ് ഇൻക്ലൂഡാണ്. അതായത് രാവിലത്തെ സ്നാക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തതാണ്. ഇവിടെ ലഞ്ച് ചിക്കൻ ബിരിയാണിയാണ്. ഇനി വെജ് ബിരിയാണി വേണ്ടവർക്ക് വെജ് ബിരിയാണി ഉണ്ട് കേട്ടോ. ചിക്കൻ കഴിക്കാത്തവർക്ക് ഇപ്പോൾ ഇതാ ഞാൻ അവർ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നോക്കിയതായിരുന്നു. ഈ ഒരു സെക്ഷനിൽ വിൽപ്പനക്ക് വെച്ചതാണിത്. സെയിലിന് വെച്ച ചോക്ലേറ്റ്സും അതുപോലെ ഉപ്പിലിട്ടതും അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചതുര നെല്ലിക്കയില്ലേ, ഇത് കണ്ടിട്ട് ഞാൻ നോക്കിയതായിരുന്നു. അത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ തിരിച്ചു വരുമ്പോൾ എനിക്കത് വാങ്ങിക്കാൻ മറന്നുപോയി. ആക്ച്വലി എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടില്ല, ഫോണിലായിരുന്നു, ഗൂഗിൾ പേ ആയിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ചാർജ് തീർന്നതുകൊണ്ട് തന്നെ എനിക്കിത് ലാസ്റ്റ് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇവരൊക്കെ കുട്ടികളൊക്കെ ലഞ്ച് കഴിക്കുകയാണ്. നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മളിവരെ പാർക്കിലേക്ക് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കളിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വിശാലമായ സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് ഇതാണ്. ഓരോ ഭാഗത്തും ഇവർ കുട്ടികൾക്ക് കളിക്കാനുള്ള പല വിധത്തിലുള്ള ഓരോ റൈഡ്സും മറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത കുറേ റൈഡ്സൊക്കെ ഉണ്ട് ഇവിടെ.
അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇത് വന്നാൽ കളിച്ച് തീരൂല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കുറേ കളിച്ച് മതിയായി, എന്നിട്ടും ഇനിയും കളിക്കാൻ ബാക്കിയുള്ള കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ടൈമായിട്ട് തിരിച്ച് പോരുമായിരുന്നു. അപ്പോൾ എന്നാലും അവർ കളിച്ച് അത്രയും കളിച്ചിട്ട് ഉണ്ടായിരുന്നു, വെറുതെ നിന്നിട്ടേ ഇല്ല, അത്രയും കളിക്കാനുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഒരു പാർക്കിലൊക്കെ പോയാൽ 1 2 റൈഡ് അതന്നെ റിപ്പീറ്റ് ചെയ്ത് കളിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടം പോലെ കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഓരോ കുട്ടികൾക്കും ഓരോ ഏരിയയിൽ പോയിട്ട് വേണമെങ്കിൽ കളിക്കാം. അത്രയും മനോഹരമായിട്ട് ഇവർ ഓരോന്നും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാർക്കിലുള്ള ഓരോ ചെടികളും അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നിട്ട് പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ പിന്നെ ആ മാജിക് ഷോ ഒക്കെയാണ് കൂടുതലും എടുത്തു പോയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോൺ ചാർജ് വേഗം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവർ കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പല ടൈപ്പിലുള്ള. പിന്നെ ഓരോ ഏരിയ വേറെ വേറെ തന്നെയാണ് കളിക്കാനുള്ളത്. അപ്പോൾ ഇതാ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ലേ ഈ സെറ്റിങ്സൊക്കെ നോക്കിയിട്ട്. ഇതുവരെ കാണാത്ത ടൈപ്പിലുള്ള റൈഡ്സൊക്കെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ജ്യൂസിൻ്റെ ഷോപ്പും പിന്നെ പോപ്കോണിൻ്റെ ഷോപ്പ്, ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പേ ചെയ്ത് വാങ്ങിക്കാം, എക്സ്ട്രാ പേ ചെയ്തിട്ട് വാങ്ങിക്കാം. അതൊക്കെ ഓരോ വാഹനങ്ങളുടെ ആകൃതിയിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം കൂടി എന്തായാലും ഫാമിലിയുടെ കൂടെ പോകണം. ആ സമയത്ത് എനിക്കൊന്ന് രാത്രിയത്തെ ആ ലൈറ്റിൻ്റെ സെറ്റിങ്സും അതുപോലെ ഇവിടെ കാണിക്കാൻ വിട്ടുപോയ കുറേ ഭാഗങ്ങളും എനിക്ക് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫാമിലിയിൽ കുട്ടികളെയും കൂട്ടിയിട്ട് ഇവിടെ എന്തായാലും വരണം. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്തായാലും നിങ്ങൾ വന്നാൽ ഇവിടെ വേർത്താണ് എന്തായാലും. ആ ഒരു പൈസക്ക് ഉണ്ട് കേട്ടോ ഇത്. പിന്നെ ഇവർ ഐസ്ക്രീം ഇവർ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരു ഐസ്ക്രീമും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഐസ്ക്രീം കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുട്ടികൾ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കളിച്ച് മതിക്കുകയാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, ഊഞ്ഞാൽ പല ടൈപ്സ് ഓഫ് ഊഞ്ഞാലുണ്ട് കേട്ടോ. അതായത് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ആടാൻ പറ്റിയതും ഗ്രൂപ്പായിട്ട് ഒരുമിച്ചിരുന്ന് ആടാൻ പറ്റിയതും അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ബോറടിക്കുകയില്ല കേട്ടോ. അതായത് കുറേ റൈഡ്സ് ഉണ്ട്. ഇതന്നെ ഇവർ ഇത്രയും കളിച്ചിട്ടും ഇനിയും കുറേ റൈഡ്സ് കളിക്കാൻ ബാക്കിയുണ്ട്. നമ്മൾ സാധാരണ മറ്റുള്ള പാർക്കിലൊക്കെ പോയാൽ 1 2 റൈഡ്സിന് റിപ്പീറ്റ് ചെയ്ത് കളിക്കണം അല്ലേ. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് കുട്ടികളെയും കൊണ്ട് എന്തായാലും ഇവിടെ വരണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.